അതിരാവിലെ ഫോൺ ഇങ്ങനെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ പ്രാവശ്യമൊക്കെ ഈ അടി ഞാനങ്ങ് അവോയ്ഡ് ചെയ്തു. അവസാനം നിവർത്തിയില്ലാതായപ്പോൾ ഞാൻ എണീറ്റ് ഫോൺ എടുത്തു. നോക്കിയപ്പം ഒരു അടുത്ത കൂട്ടുകാരനാണ്. ഞാനെടുത്ത് ഫോൺ ചെവിയിൽ വെച്ചിട്ട് ഹലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഹലോയും പറയുന്നില്ല, ഗുഡ് മോർണിംഗും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഒരൊറ്റ ചോദ്യമാണ്, അളിയ ഈ ബാങ്കുകളൊക്കെ വരുന്നതിന് മുമ്പ്, ഈ ബാങ്കുകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ആൾക്കാരൊക്കെ അവരുടെ നിക്ഷേപങ്ങളൊക്കെ എവിടെയാണ് അളിയ കൊണ്ടുവച്ചിരുന്നത്? ഞാൻ ചോദിച്ചേടാ, ഈ വെളുപ്പാരാവിലെ വിളിച്ചുണർത്തിയിട്ട് നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടിയാണ് നിൻ്റെ അടുത്ത് പറയുന്നത്? അതല്ലളിയാ, ഇന്നലെ ഞാൻ ബാങ്കിൻ്റെ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ രാത്രി എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ്. രാവിലെ ആയിട്ട് എനിക്ക് പിന്നെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അളിയനോട് പറഞ്ഞാൽ അളിയൻ ഇത് ആലോചിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അളിയനോട് പറഞ്ഞതാണ്. ഞാൻ പറയടാ, ഇത് ഞാൻ ആലോചിക്കാം, പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. ഇതൊക്കെ അന്വേഷിക്കാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ? ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം എന്ന് അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഫോൺ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സെർച്ചുകളൊക്കെ നടത്തി. സെർച്ചുകൾ നടത്തിയപ്പോൾ കിട്ടിയ ഒരു ഉത്തരവെന്ന് പറയുന്നത്, ഈ ബാങ്കുകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അന്നത്തെ മനുഷ്യർക്ക് സമ്പാദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ സമ്പാദിക്കുന്ന വകകളൊക്കെ അവർ കൊണ്ടുപോയി ദേവാലയങ്ങൾക്കുള്ളിലാണ് സൂക്ഷിച്ചിരുന്നത് അത്രേ. ഈ ദേവാലയങ്ങൾക്കുള്ളിൽ കൊണ്ട് വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ദേവാലയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടല്ലോ. അപ്പോൾ ഈ സാധനങ്ങൾ അവിടെ കൊണ്ട് വെച്ചിരുന്നാൽ കള്ളന്മാരും കൊള്ളക്കാരും കയറി അവിടെ നിന്ന് ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് അത്രേ ഈ ആൾക്കാരൊക്കെ ദേവാലയങ്ങൾക്കുള്ളിൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ട്, അവരുടെ പൈസയായാലും സ്വർണമായാലും സമ്പത്തായാലും എന്തായാലും അവിടെ കൊണ്ട് സൂക്ഷിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദേവാലയങ്ങളുടെ സ്ഥാനമാണ് ഇന്ന് ബാങ്കുകൾക്കുള്ളത്. ആ ദേവാലയം എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ്, ആ സംരക്ഷണ കേന്ദ്രം എന്നുള്ളൊരു സങ്കല്പത്തിൽ നിന്നാണ് ബാങ്ക് എന്നുള്ളൊരു ആശയം വളർന്ന് വന്നത് എന്നൊക്കെ ചെറിയ ചില ആർട്ടിക്കിളുകളും ചില റൈറ്റപ്സുകളിലൊക്കെ ഞാൻ വായിച്ചു. സംഭവം കൊള്ളാം. ദേവാലയം, ബാങ്ക് രണ്ടും വളരെ കണക്റ്റഡ് ആണ്. സമ്പത്ത് കുടിയിരിക്കുന്ന സ്ഥലമാണല്ലോ രണ്ടിടവും. അപ്പോൾ നമുക്ക് ഇന്ന് ബാങ്കുകളെ കുറിച്ച് തന്നെ സംസാരിക്കാം. ദേവാലയങ്ങളിൽ നമ്മൾ പൈസ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടും എന്നാണ് വിശ്വാസം. എന്നാൽ നമ്മൾ ബാങ്കുകളിൽ കൊണ്ടുപോയി പൈസ നിക്ഷേപിച്ചാൽ നമുക്ക് പലിശ കിട്ടും എന്നുള്ളതാണ് വിശ്വാസം. നമ്മുടെ നാട്ടിൽ നമ്മൾ ബാങ്കുകളിൽ പോകുന്നതും പൈസ കൊണ്ടിടുന്നതും അതിന് പലിശ നമുക്ക് കിട്ടുന്നതൊന്നും പുതുമയുള്ള സംഭവമോ ആർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമോ ഒന്നും അല്ല. സാധാരണയായി നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി കുറേ കാശിട്ട് കഴിഞ്ഞാൽ ബാങ്ക് ഇത് എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ബാങ്കിൽ കുറേ കാശ് കൊണ്ടിടുന്നു. ബാങ്ക് ഈ കാശ് മുഴുവൻ എടുത്തുകൊണ്ട് പോയി അവരുടെ ഒരു ഇരുണ്ട മുറിക്കുള്ളിൽ ഈ കാശ് മുഴുവൻ അടുക്കി 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 ഇങ്ങനെ വെക്കുന്നു. ചുവരിലെ അലമാരകൾ നിറയെ പൈസ, തറയിലിരിക്കുന്ന ഡ്രേകൾ നിറയെ പൈസ, എല്ലാ സ്ഥലങ്ങളും നോട്ടിൻ്റെ അട്ടിയായിട്ടുള്ള കെട്ടുകൾ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിരിക്കുന്നു. ഇതാണോ ശരിക്കുള്ള ബാങ്ക് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സിനിമകളിലൊക്കെ കാണിക്കുന്നത് ഇങ്ങനെയാണ്. അട്ടിയായിട്ട് വെച്ചിരിക്കുന്ന നോട്ടുകൾ, ചുവര് തുറന്നു വരുന്ന കൊള്ളക്കാർ, അവർ കുറേ കറുത്ത സഞ്ചികളൊക്കെ കൊണ്ടുവരുന്നു, പൈസ വാരി മുഴുവൻ ഇതിനകത്ത് ഇടുന്നു, തോളിൽ വെക്കുന്നു, വണ്ടി എടുക്കുന്നു, പോകുന്നു, പോലീസുമായിട്ട് ചേസ് നടത്തുന്നു. ചിലപ്പോൾ അവർ രക്ഷപ്പെടുന്നു, ചിലപ്പോൾ അവർ പിടിക്കപ്പെടുന്നു. അങ്ങനെ ബാങ്കിൽ നമ്മുടെ പൈസ മുഴുവൻ കെട്ടി കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ പൈസ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ പൈസ ഒന്നും അവർ അവിടെ സൂക്ഷിക്കുന്നില്ല. ഈ പൈസ എടുത്തിട്ട് അവർ മറ്റൊരാൾക്ക് ഈ കാശ് ലോണായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലോണായിട്ട് കൊടുക്കുമ്പോൾ ബാങ്കിന് അവരിൽ നിന്ന് പലിശ കിട്ടുകയും ആ പലിശ ബാങ്കിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതമായി തീരുകയും ചെയ്യും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഞാനൊരു 1000 രൂപ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. അപ്പോൾ ബാങ്ക് എന്നോട് പറയുകയാണ്, നിങ്ങൾ 1000 രൂപ നിക്ഷേപിച്ചതിൻ്റെ റെസിപ്റ്റ് ഇതാ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ, നിങ്ങൾക്ക് 4% പലിശ ബാങ്ക് നിങ്ങൾക്ക് തരും, നിങ്ങളുടെ നിക്ഷേപത്തിന് 4% പലിശ തരുമെന്ന് പറയും. അപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ എന്തായിരിക്കും മനസ്സിൽ കരുതുക, മാസം തോറും 4% പലിശ എനിക്ക് 1000 രൂപയ്ക്ക് കിട്ടും. എന്നാൽ അങ്ങനെയാണോ സംഭവം? അല്ല. ഈ 4% പലിശ എന്ന് പറയുന്നത് 12 മാസത്തേക്കാണ്. ഈ 4%-ന് ഓരോ മാസവും 4% കിട്ടില്ല. 12 മാസത്തേക്കാണ് ഈ 4%-ൻ്റെ ഒരു കണക്ക്. അത് വ്യക്തമായിട്ട് പറയണമെങ്കിൽ ബാങ്കിൽ കണക്ക് കൂട്ടുന്ന ആൾക്കാർ തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ പോയിട്ട് തല ചൂടാക്കാൻ നിൽക്കണ്ട. ഈ ഇട്ട പൈസയ്ക്ക് 4% പലിശ കിട്ടുമെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അതേസമയം എൻ്റെ ഒരു കൂട്ടുകാരൻ സന്തോഷ് ആ ബാങ്കിലേക്ക് തന്നെ ചെല്ലുകയാണ്. പുള്ളിക്ക് അത്യാവശ്യമായിട്ട് 1000 രൂപ ലോണ് വേണം. പുള്ളിക്ക് വീട് വാങ്ങാനോ കാറ് വാങ്ങാനോ എന്തോ ഒരു ആവശ്യത്തിനാണ്.
അപ്പോൾ ബാങ്ക് പറയുന്നു, ആ സന്തോഷം ഇന്ന പിടിച്ചോ, നിനക്കൊരു 1000 രൂപ ലോൺ അനുവദിച്ചിരിക്കുന്നു. പക്ഷേ ഈ 1000 രൂപയ്ക്ക് നീ 8% പലിശ ബാങ്കിലോട്ട് തരണം. അപ്പോൾ എനിക്ക് അവിടെ ബാങ്കിൽ പൈസ ഇട്ടപ്പോൾ എത്രയാണ് പലിശയായിട്ട് കിട്ടിയത്? 4%. സന്തോഷം അവിടുന്ന് ലോൺ എടുത്തപ്പോൾ കിട്ടുന്നത് എത്രയാണ്? 8%. അതായത് ഞാൻ 1000 രൂപ അവിടെ കൊണ്ടുവന്നിട്ടാൽ 1 വർഷം കഴിയുമ്പോൾ ബാങ്ക് എനിക്ക് ഒരു 1040 രൂപ മുതലും പലിശയും ചേർത്ത് തരും. 1 വർഷം കഴിയുമ്പോൾ സന്തോഷ് കൊടുക്കേണ്ടതോ 1080 രൂപ ബാങ്കിലേക്ക് സന്തോഷ് അടയ്ക്കണം. അപ്പോൾ ബാങ്കിന് കിട്ടുന്നത് എനിക്ക് തരുന്ന 1040 കഴിഞ്ഞാൽ 40 രൂപ ബാങ്കിൻ്റെ ലാഭമാണ്. ബാങ്കിൽ പൈസ നിക്ഷേപിക്കുന്നവർക്ക് കുറഞ്ഞ പലിശ കൊടുക്കുകയും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നവർക്ക് കൂടുതൽ പലിശ അടയ്ക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ നിലവിലുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ 1000 രൂപ അവിടെ നിക്ഷേപിച്ചിരിക്കുകയാണല്ലോ. ഞാൻ 1 വർഷത്തേക്കാണ് ഈ 1000 രൂപ നിക്ഷേപിച്ചത്. എനിക്ക് അത്യാവശ്യമായിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ ഈ 1000 രൂപ വേണം. ഞാനിവിടെ നിന്ന് ഓടിപ്പിടിച്ച് ബാങ്കിലേക്ക് ചെല്ലുകയാണ്. എൻ്റെ പൊന്നു മാനേജരെ, എനിക്ക് ഈ 1 വർഷത്തേക്ക് കാത്തിരിക്കാൻ പറ്റില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ 1000 രൂപ തിരിച്ചു തരണം, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ മാനേജർ ഇരുന്ന് തല ചൊറിയുകയാണ്. കാര്യം എന്താണ്? ഈ 1000 രൂപ എടുത്ത് മാനേജർ ആർക്ക് കൊടുത്തിരിക്കുകയാണ്? സന്തോഷിന് കൊടുത്തിരിക്കുകയാണ്. സന്തോഷിന് 3 മാസമേ ആയിട്ടുള്ളൂ, 12 മാസത്തേക്കാണ് സന്തോഷിന് കൊടുത്തത്. സന്തോഷ് ഈ കാശ് തിരിച്ചു കൊണ്ടുവന്ന് ഇട്ടാലല്ലേ മാനേജർക്ക് അതെടുത്ത് എനിക്ക് തരാൻ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? എൻ്റെ പൈസ പോയി. കാര്യം സന്തോഷ് കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇനി അഥവാ സന്തോഷ് ഈ ബാങ്കിലേക്ക് കാശ് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മൊത്തം പൈസയും പോയില്ലേ? എൻ്റെ പൈസ പോയി. ബാങ്കിൻ്റെ അവസ്ഥ എന്തായി? പരിതാപകരമാവും. ആവൂല. കാര്യം ഞാൻ മാത്രമല്ലല്ലോ ബാങ്കിൽ നിക്ഷേപിക്കുന്നത്, സന്തോഷ് മാത്രമല്ല ബാങ്കിൽ ലോൺ എടുക്കുന്നത്. എന്നെപ്പോലെയുള്ള ധാരാളം ആൾക്കാർ ഇതുപോലെ കൊണ്ടുവന്ന പൈസ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. സന്തോഷിനെ പോലെയുള്ള ധാരാളം ആൾക്കാർ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുമുണ്ട്. പിന്നെ ഇതിനകത്തൊരു കുഴപ്പം സംഭവിക്കാവുന്നത്, ഏതെങ്കിലും കാരണവശാൽ ഒരു ബാങ്കിൻ്റെ ഉപഭോക്താക്കൾ മുഴുവനായിട്ട് ഒന്നിച്ചു വന്ന് ഞങ്ങളുടെ മുഴുവൻ കാശ് ഇപ്പം ഞങ്ങൾക്ക് തിരിച്ചു തരണം, നിങ്ങളുടെ ബാങ്കിൽ ഇനി പൈസ ഇടില്ല എന്ന് പറഞ്ഞാൽ പണിപാളും. എന്തു പറ്റും? ബാങ്ക് പൂട്ടിപ്പോവും. ബാങ്കുകളുടെ ഭാഷയിൽ പറഞ്ഞ ബാങ്ക് റൺ എന്ന് പറയും. ബാങ്ക് ഓടിക്കോ എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ മലയാളീകരിച്ച് പറയാം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മുഴുവൻ നിക്ഷേപകരും ഒന്നിച്ചു വന്ന് കാശ് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ ഈ കാര്യം സംഭവിക്കുകയും ചെയ്യും. ഡൽഹിയിൽ പഞ്ചാബ് മഹാരാഷ്ട്ര കോപ്പറേറ്റീവ് ബാങ്കിലും പിന്നെ നമ്മുടെ യെസ് ബാങ്കിലും ഒക്കെ ഈ ഒരു സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ബാങ്കുകൾ പൂട്ടിപ്പോയി നിക്ഷേപകർക്ക് കാശ് നഷ്ടപ്പെടുന്ന ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെടുകയും റിസർവ് ബാങ്ക് ഇടപെടുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. യെസ് ബാങ്കിൻ്റെ കാര്യത്തിൽ റിസർവ് ബാങ്ക് ഒരു നിർദ്ദേശം തന്നെ നിക്ഷേപകർക്കും ബാങ്കിനും കൊടുത്തിട്ടുണ്ട്. 1 മാസത്തിൽ ഒരു നിക്ഷേപകന് മിനിമം 50,000 രൂപ മാത്രമേ പിൻവലിക്കാൻ കഴിയൂ എന്നൊരു നിർദ്ദേശം റിസർവ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. നിക്ഷേപകരും ഈ ബാങ്കുകളും ഒക്കെ റിസർവ് ബാങ്ക് പറഞ്ഞാൽ അനുസരിക്കണം. അതുകൊണ്ട് മാത്രം ഈ യെസ് ബാങ്ക് ഇതുവരെയും പൂട്ടിപ്പോകാതെ അവർ നഷ്ടത്തിൽ നിന്ന് തിരിച്ച് കരകയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാരും റിസർവ് ബാങ്കും വിചാരിച്ചാൽ ബാങ്കിനെ പിടിച്ചു നിർത്താനും പറ്റും. നിക്ഷേപകർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ബാങ്കിനെ തകർത്ത് കളയാനും പറ്റില്ല. തകർത്ത് കളഞ്ഞ സന്ദർഭങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ സാഹചര്യങ്ങളിലും അങ്ങനെ തകർന്നു പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന മുഴുവൻ പൈസയും എടുത്തിട്ട് ബാങ്കിന് മറ്റാൾക്കാർക്ക് ലോണായിട്ട് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയില്ല എന്ന് പറയാൻ കാരണം, നമ്മുടെ എല്ലാ ബാങ്കുകൾക്കും ഒരു മുതലാളിയുണ്ട്. ആ മുതലാളിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറേ മാർഗനിർദ്ദേശങ്ങൾ ബാങ്കുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ബാങ്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രകാരം ബാങ്കുകൾക്ക്, ഓരോ ബാങ്കുകൾക്കും ക്യാഷ് റിസർവ് റേഷ്യോ അനുസരിച്ച് 4% പൈസ അവരുടെ നിക്ഷേപത്തിൻ്റെ മൊത്തം അവിടെയുള്ള നിക്ഷേപത്തിൻ്റെ 4% ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ 18% നിക്ഷേപം, മൊത്തം നിക്ഷേപത്തിൻ്റെ 18% വിവിധ മറ്റ് നിക്ഷേപങ്ങളിൽ ബാങ്ക് സൂക്ഷിക്കുകയും ചെയ്യണം, ലാഭത്തിന് വേണ്ടി. അതിപ്പോൾ ഗവൺമെൻറ് ബോണ്ടുകളിലാകാം, സ്വർണത്തിൻ്റെ ബോണ്ടുകളിലാവാം,
അതുപോലെയുള്ള ഷെയർ മാർക്കറ്റിംഗ് അങ്ങനെയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളിൽ ഈ 18% നിക്ഷേപിച്ച് അതിൽ നിന്ന് ബാങ്ക് ലാഭവും വരുമാനവും ഒക്കെ ഉണ്ടാക്കിക്കൊള്ളണം എന്നുള്ളത് റിസർവ് ബാങ്കിൻ്റെ ഒരു നയമാണ്. ബാങ്കുകളൊക്കെ ഈ നയം പാലിക്കുകയും വേണം. അങ്ങനെ നോക്കുമ്പോൾ ഒരു 22% നിക്ഷേപത്തിൽ ഈ ബാങ്കിന് വലിയ കളികളൊന്നും നടത്താൻ കഴിയില്ല. ബാക്കി വരുന്ന 78% നിക്ഷേപം മാത്രമേ ഈ ബാങ്കിനെടുത്തിട്ട് മറ്റാൾക്കാർക്ക് കൊടുത്ത് അതിൽ നിന്ന് കൂടുതൽ പലിശ വാങ്ങി സമ്പാദിക്കാൻ പറ്റുകയുള്ളൂ. ബാങ്കിലെ നിക്ഷേപത്തിൻ്റെ 22% മുതലാളിയായ റിസർവ് ബാങ്ക് പറയുന്നത് പോലെ മറ്റു രീതിയിൽ ചെലവാക്കാൻ കഴിയാതിരിക്കുന്ന ബാങ്കുകൾ 78% എടുത്ത് ലോണൊക്കെ കൊടുത്ത് അതിൽ നിന്ന് പലിശയൊക്കെ വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതെന്നറിയാമല്ലോ. ഇത് മാത്രമാണോ ബാങ്കിൻ്റെ വരുമാനം? ബാങ്കിലൊക്കെ പോകുന്നവർക്കും ബാങ്കിൽ നിക്ഷേപമുള്ളവർക്കും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നവർക്കൊക്കെ അറിയാം, മറ്റ് പല സേവനങ്ങളിലൂടെയും ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെടുക്കാറുണ്ട്. ആ സേവനങ്ങളെക്കുറിച്ച് നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. ആദ്യം ഈ കൂടുതൽ വരുമാനം ബാങ്കുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ പലിശയിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ, ലോണുകൾക്ക് മുകളിലുള്ള പലിശയിൽ നിന്നാണ്. എന്നാൽ എല്ലാ രാജ്യങ്ങളിലും ഇത്രയും ഭീമമായ പലിശ വാങ്ങിയെടുക്കുന്ന സംവിധാനം ഇല്ല എന്നുള്ളതാണ് സത്യം. ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഹൗസിംഗ് ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ 1% വരെയൊക്കെയാണ് അത്രേ ഈ ലോൺ എടുക്കുന്ന ആൾ അടയ്ക്കേണ്ട പലിശ. നിങ്ങൾ ഞെട്ടിയില്ലേ? ഇവിടെ നമ്മൾ 8% മുതൽ 18% വരെയൊക്കെ പലിശ കൊടുത്തിട്ടാണ് ഈ ലോൺ എടുക്കുന്നത്. ഈ ഇത്രയും കുറഞ്ഞ പലിശയാണോ ജർമ്മനിയിലുള്ളത്? ഇവിടുന്ന് ജർമ്മനിയിൽ പോയി ഒരു ലോൺ എടുത്ത് വീട് വെച്ചാലോ എന്ന് ചിന്തിച്ചവരും ഉണ്ടാവും. അതേസമയം വേറൊരു കൂട്ടരും ചിന്തിക്കുന്നുണ്ടാവും, ഈ 1% പലിശ മാത്രമേ ഇവർ ലോണിനൊക്കെ ഈടാക്കുന്നുള്ളൂ എങ്കിൽ അവർക്ക് നിക്ഷേപിക്കുന്നവർക്ക് എങ്ങനെ ഇവർ കാശ് കൊടുക്കും? 4%, 5%, 7% ഒക്കെ പലിശ ഇവർ എങ്ങനെ കൊടുക്കും എന്ന് ചിന്തിക്കുന്ന നിക്ഷേപകരും ഉണ്ടാവും. നിക്ഷേപകരുടെ ശ്രദ്ധയ്ക്ക് ജർമ്മനിയിൽ വളരെ കഷ്ടമാണ് പലിശയുടെ അവസ്ഥ. 0.4% അല്ലെങ്കിൽ 0.5%, 0.4%, 0.5% പലിശ മാത്രമേ നിക്ഷേപകർക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഇതുകൂടാതെ വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഈ നിക്ഷേപങ്ങൾക്ക് പലിശ കൊടുക്കുന്ന ഏർപ്പാട് നിർത്തിയ അവസ്ഥയിലാണ്. ചിലയിടങ്ങളിൽ കൊടുക്കുന്നത് കേട്ടാൽ നമുക്ക് തന്നെ സങ്കടം വരും. 0.1% ഒക്കെ ആണത്രേ നമ്മൾ അവിടെ കാശ് കൊണ്ടിട്ടാൽ നമുക്ക് തരുന്ന പലിശ. അതുമൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുക്കണം, ബാങ്കിൽ നമ്മുടെ പൈസ ഇടണമെങ്കിൽ അതിനങ്ങോട്ട് കാശ് കൊടുക്കണം, ഈ പൈസ ബാങ്കിൽ സൂക്ഷിക്കണമെങ്കിൽ അതിനും അങ്ങോട്ട് കാശ് കൊടുക്കണം. ആ അവസ്ഥയിലാണ് വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ ബാങ്കിങ് സമ്പ്രദായം പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഭഗവാനെ, നമ്മുടെ നാട്ടിലെ മന്ത്രിമാരും ബാങ്കിങ് വിദഗ്ധരൊന്നും ഇത് പെട്ടെന്ന് അറിയരുതേ, ഇത് അവിടെ പോയി മനസ്സിലാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ഈ കൂട്ടത്തിലും ഉണ്ടാവും. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. 4-5% ഒക്കെ പലിശ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ പോയി മനസ്സിലാക്കിയാൽ നമ്മുടെ 5,000, 5,000, 10,000 രൂപ ബാങ്കിൽ കിടക്കുന്നതിന് വീണ്ടും അങ്ങോട്ട് കാശ് കൊടുക്കണം, ഒന്നും ഇങ്ങോട്ടും കിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമുള്ളൊരു ഏർപ്പാടല്ലേ. എന്തായാലും വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലെ ബാങ്കിങ് സമ്പ്രദായങ്ങൾ ഇത്രയ്ക്കും പെട്ടെന്ന് ഇന്ത്യയിൽ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളുടെ ബാങ്കിങ് സംവിധാനം ഇന്ത്യയിൽ ഉടനെ വരില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മുടെ ബാങ്കുകൾ ഈ പലിശയല്ലാതെ വേറെ ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ വരുമാന പരിപാടികളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ കയ്യിൽ നിന്ന്, നിക്ഷേപകരുടെ കയ്യിൽ നിന്ന് പലതരം ഫീസുകളും കമ്മീഷനും ഒക്കെ നമ്മുടെ ബാങ്കുകൾ വാങ്ങിയെടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മുഴുവൻ കട്ട് ചെയ്തെടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ബാങ്കുകൾ വളരെ വിജയകരമായി പരീക്ഷിച്ച് വിജയിച്ചത് ആ നോട്ട് നിരോധന കാലം കഴിഞ്ഞപ്പോഴാണ്. സ്റ്റേറ്റ് ബാങ്കൊക്കെ ആണെങ്കിൽ 10,000 കോടി രൂപയാണ് നിത്യദാരിദ്ര്യത്തിൽ കഴിയുന്ന പാവപ്പെട്ട മനുഷ്യരുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് പോലും കൈയിട്ട് വാരിയത്. ഇപ്പോൾ അതിനൊക്കെ കുറച്ചൊരു സാവകാശമൊക്കെ ഉണ്ട്. ഈ മിനിമം ബാലൻസിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം നിർത്തിവെച്ചൊരു അവസ്ഥയിൽ കൂടെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാലും കോവിഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പലവിധ ചാർജുകളൊക്കെ കൂട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ ATM ഉപയോഗിക്കുന്നതിന് അപ്പോൾ ഇട്ട് പൈസ എടുക്കുമ്പോൾ ചാർജ് കൊടുക്കുന്നില്ല എങ്കിലും വർഷാവർഷം അവർ അതിനൊരു ചാർജ് ഈടാക്കുന്നുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ATM കാർഡിന് അവരൊരു ചാർജ് ഈടാക്കുന്നുണ്ട്.
നമ്മൾ ATM-ൽ കാർഡ് ഇട്ട് പൈസ എടുത്താൽ നമുക്കൊരു SMS വരും. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്ര പൈസ എടുത്തിരിക്കുന്നു, ബാലൻസ് ഇത്ര ഉണ്ടെന്നൊരു SMS വരും. ആ SMS അയക്കുന്നതിനും അവർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട്. അങ്ങനെ പല വിധത്തിൽ പൈസ വാങ്ങുന്നത് കൂടാതെ നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് DD അങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും അവർ കമ്മീഷൻ ഈടാക്കുന്നുണ്ട്. ഓൺലൈൻ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ആ തരത്തിൽ കമ്മീഷൻ പോകുന്നില്ല എന്നൊരു ആശ്വാസമാണ് നിലവിലുള്ളത്. ഇത് കൂടാതെ ബാങ്കിന് വീണ്ടും വരുമാനമുണ്ട്. ആ വരുമാനം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, 18% നിക്ഷേപം നടത്തിയിരിക്കുന്നത് സ്വർണ്ണ ബോണ്ടിലും ഷെയറുകളിലും ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകളിലും ഒക്കെ നിക്ഷേപിക്കുന്നതിന് വർഷാവർഷം അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ നല്ല തുക വരുമാനമായിട്ട് ബാങ്കുകൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാശുമൊക്കെ ബാങ്കുകളുടെ ലാഭമാണ്. പിന്നെ ബാങ്കിന് ചെലവുകളൊന്നും ഇല്ല എന്നുള്ളതല്ല, ഒരുപാട് ചെലവുകൾ ബാങ്കുകളുടെ നടത്തിപ്പിനുമുണ്ട്. അതിൽ തന്നെ ഒരു 30-40% ബാങ്കിൻ്റെ ചെലവ് പോകുന്നത് അവിടുത്തെ ജീവനക്കാരുടെ, മാനേജർമാരുടെ എല്ലാവരുടെയും ശമ്പളത്തിന് വേണ്ടിയിട്ടാണ്. അതും ഒരു വലിയ ഭാരിച്ച ചെലവ് തന്നെയാണ് കേട്ടോ. ഇത്രയൊക്കെ കേട്ടപ്പോൾ ബാങ്ക് നടത്തിപ്പ് നല്ല ലാഭമുള്ള പരിപാടിയാണെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? എനിക്കും തോന്നി. ശരിക്കും ബാങ്ക് നടത്തിപ്പ് ലാഭമുള്ള പരിപാടിയാണ്. അതും കൂടെ എന്തായാലും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് നമ്മുടെ നാട്ടിലെ 2 ബാങ്കുകൾ എടുത്തിട്ട് ഈ പരിപാടി ലാഭമാണോ നഷ്ടമാണോ എന്ന് ഒന്ന് അരച്ച് കലക്കി കുറിച്ച് ഗുണിച്ച് എടുത്തു നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന 2 ബാങ്കുകളെയാണ്. ഒന്ന് നമ്മുടെ സ്വന്തം ദേശീയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, മറ്റൊന്ന് HDFC. ഈ 2 ബാങ്കുകളുടെയും ആസ്തി, സഞ്ചിത ആസ്തി ഒന്ന് പരിശോധിച്ചാൽ HDFC ബാങ്കിനാണ് ആസ്തി കൂടുതൽ. 8 ലക്ഷം കോടിയാണ് ഈ HDFC ബാങ്കിൻ്റെ സഞ്ചിത ആസ്തി എന്ന് പറയുന്നത്. നമ്മുടെ SBIയുടെ സഞ്ചിത ആസ്തി എന്ന് പറയുന്നത് 4 ലക്ഷം കോടിയിൽ കുറച്ച് കൂടുതലാണ്. നോക്കിയപ്പോൾ കൊള്ളാലോ, HDFC ബാങ്കിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കാളും ആസ്തി കൂടുതലോ? അത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഒന്നുകൂടെ പരിശോധിച്ച് നോക്കിയപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 46 കോടി ഉപഭോക്താക്കൾ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ HDFC ബാങ്കിന് 6 കോടി ഉപഭോക്താക്കൾ മാത്രമേ ഉള്ളൂ. ശരിയാകുന്നില്ലല്ലേ? 46 കോടി കസ്റ്റമേഴ്സ് ഉള്ള ബാങ്കിന് 4 ലക്ഷം കോടി മാത്രം ആസ്തിയും, വെറും 6 കോടി കസ്റ്റമേഴ്സ് മാത്രമുള്ള HDFC ബാങ്കിന് 8 ലക്ഷം കോടി ആസ്തി എന്ന് പറയുമ്പോൾ ഒരു ചേർച്ചയില്ലായ്മ, ഒരു പ്രശ്നമില്ലേ? ആ പ്രശ്നത്തിൻ്റെ പരിഹാരം അല്ലെ ആ പ്രശ്നത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ ബാങ്കാണ്. ഈ പൊതുമേഖലാ ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നമ്മുടെ സമൂഹത്തോടും അതിൻ്റെ ഉപഭോക്താക്കളോടും നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് കൂടുതൽ കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. അതാത് കാലത്ത് സർക്കാരുകൾ ഉണ്ടാക്കുന്ന ജനക്ഷേമ പരിപാടികൾക്ക് കാശ് കൊടുക്കാനും പ്രോജക്റ്റുകളുമായിട്ട് സഹകരിക്കാനും അതിലൊക്കെ നിക്ഷേപിക്കാനും ഒക്കെ ഉള്ള കടമയും ഉത്തരവാദിത്വവും ഒക്കെ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുണ്ട്. HDFC ബാങ്കിന് ആ നിർബന്ധമില്ല. അവർ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ SBI ബാങ്കിന്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മുട്ടനിടി കിട്ടുന്നത് മറ്റ് പല വഴികളിൽ കൂടെയാണ്. പ്രധാനമായിട്ട് ഈ കോർപ്പറേറ്റ് ലോൺസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിൽ നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റുകൾക്ക് 10,000 കോടി രൂപ ഈ SBI ഉൾപ്പെടെയുള്ള ബാങ്കുകൾ ലോണുകളായിട്ട് വർഷം തോറും കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2011 1 ലക്ഷം കോടിക്ക് മുകളിലാണ് SBI കൊടുത്തിരിക്കുന്ന കോർപ്പറേറ്റ് ലോണുകൾ എഴുതി തള്ളിയത് എന്ന് നമ്മൾ പത്രവാർത്തകളിലൂടെ കണ്ടതാണ്. ഇങ്ങനെ ലോണുകൾ എഴുതി തള്ളിയതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ അടിയും തർക്കവും ചർച്ചയും നമ്മൾ കണ്ടതാണ്. അതെല്ലാം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലുകളായിരുന്നു. രാഷ്ട്രീയമായിട്ടുണ്ടായ ഈ വാദപ്രതിവാദങ്ങൾ നമ്മുടെ വിഷയമല്ല. എങ്കിലും ഒരു വിഭാഗം പറഞ്ഞത് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എഴുതിത്തള്ളി എന്ന് പറയുന്ന പൈസ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് കടങ്ങൾ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാർ പറഞ്ഞു എഴുതിത്തള്ളി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ എഴുതിത്തള്ളിയതല്ല. അത് റൈറ്റ് ഓഫ് എന്നോ വേ ഓഫ് എന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് ബുക്കിൽ മാത്രമുള്ള പരിപാടിയാണ്. യഥാർത്ഥത്തിൽ ഈ കോർപ്പറേറ്റുകൾ ഈ മുഴുവൻ കാശും തിരിച്ചടച്ചേ പറ്റൂ, അവർ ലോൺ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്, അവരടച്ചിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ തർക്കങ്ങളൊക്കെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ചും കൂടെ ഒരു ചെറിയ അന്വേഷണം നടത്തി. നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായി ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ള മുഴുവൻ കണക്കുകളൊക്കെ പരിശോധിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. 2000 തൊട്ടുള്ള കണക്കുകൾ പരിശോധിച്ച് നോക്കിയാലും
ഈ തരത്തിൽ എഴുതി തള്ളപ്പെട്ടിട്ടുള്ള കോർപ്പറേറ്റ് ലോണുകളിൽ ഒരു കോർപ്പറേറ്റ് കമ്പനി പോലും ഈ ബാങ്കുകളിലേക്ക് ആ എഴുതി തള്ളപ്പെട്ടതിൽ ഒരു രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ചുമ്മയാണോ ഇത്രയും 46 കോടി കസ്റ്റമേഴ്സ് ഉള്ള SBIക്ക് 4 ലക്ഷം കോടി ആസ്തിയും 6 കോടി കസ്റ്റമേഴ്സ് ഉള്ള HDFC ബാങ്കിന് ഈ 8 ലക്ഷം കോടി ആസ്തിയൊക്കെ ഉണ്ടാകുന്നത്? എഴുതി തള്ളുമ്പോഴൊക്കെ ഒരു മയത്തിന് തള്ളിയാൽ ഈ സംവിധാനവും ബാങ്കും ഒക്കെ നിലനിൽക്കും. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, സ്റ്റേറ്റ് ബാങ്ക് ഒന്നും പൂട്ടിപ്പോകുന്ന പ്രശ്നമേ ഇല്ല. അത് ശക്തമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് ഇനിയും നിക്ഷേപിക്കാം. നിക്ഷേപിച്ചിന് കൂടുതൽ പലിശ കിട്ടുന്നതിന് വേണ്ടി റിസർവ് ബാങ്കിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഈ ബാങ്കുകളുടെയൊക്കെ കാര്യം തീരുമാനിക്കുന്ന മുതലാളി എന്ന് പറയുന്നത് റിസർവ് ബാങ്കാണ്. പുള്ളി കൂട്ടണോ കുറയ്ക്കണോ എന്ന് പറഞ്ഞാലേ ഇതനുസരിച്ചുള്ള കാര്യങ്ങൾ നീങ്ങുള്ളൂ. അപ്പോൾ പലിശ കൂടുതൽ വേണമെങ്കിൽ ആര് കനിയണം? റിസർവ് ബാങ്ക് കനിയണം. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ HDFC ബാങ്കിൻ്റെ കാര്യവും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പുതിയ ചില ആശയങ്ങൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉരുത്തിരിയുന്നുണ്ടോ? എൻ്റെ മനസ്സിലും ഉരുത്തിരിയുന്നുണ്ടോ? ഇനി എന്തെങ്കിലും കച്ചവടം തുടങ്ങുകയാണെങ്കിൽ അതൊരു പ്രൈവറ്റ് ബാങ്ക് തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. റിസർവ് ബാങ്കിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ നാട്ടിൽ ബാങ്ക് തുടങ്ങാനുള്ള അനുവാദം കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ചുമ്മാ ചാടിക്കേറി ബാങ്ക് തുടങ്ങിയാൽ പിടിച്ചു നിൽക്കാൻ പറ്റണ്ടേ? തുടങ്ങുമ്പോൾ നല്ല ഡീസൻ്റ് ആയിട്ടൊരു ബാങ്ക് തുടങ്ങണം. മിനിമം ഒരു 50 കോടിയെങ്കിലും ആസ്തിയായിട്ട് സ്വന്തം കയ്യിൽ ഉണ്ടെങ്കിലേ പോയിട്ട് ഈ ബാങ്ക് തുടങ്ങാനുള്ള പരിപാടിക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 50 കോടിയൊക്കെ ഒപ്പിച്ച് പ്രൈവറ്റ് ബാങ്കൊക്കെ തുടങ്ങി രക്ഷപ്പെടുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ലോണിന് വന്നാൽ പലിശ കുറച്ച് ചില്ലറ ലോണൊക്കെ തന്ന് സഹായിക്കണം കേട്ടാ.